നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ബഡ്ജറ്റ് 2026 നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപ വകയിരുത്തി. ബാലികയെ ലൈംഗികാതിക്രമം നടത്തിയ 54 വയസ്സുകാരന് 14 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയും ശിക്ഷ. വലപ്പാട് ഇടവകയുടെ വലിയ തിരുനാളും ഇടവകയുടെ 525 ജൂബിലി സമാപന ആഘോഷവും ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിലായി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോ ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. കേരള ബഡ്ജറ്റ് 2026 നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപ വകയിരുത്തി. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപ വകയിരുത്തിയതായി CC മുകുന്ദൻ MLA അറിയിച്ചു. അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 2ാം ഘട്ട നിർമ്മാണത്തിനായി 5 കോടി രൂപയും, തളിക്കുളം ബ്ലോക്ക് വ്യവസായ സമുച്ചയ കെട്ടിടം 2ാം ഘട്ട നിർമ്മാണത്തിനായി 5 കോടി രൂപയും, കോതകുളം ബീച്ച് റോഡ് BMNBC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്താൻ 2 കോടി രൂപ, ആലപ്പാട് പുള്ളു റോഡ് BMNBC പ്രവർത്തി നടത്താൻ 2.50 കോടി രൂപ, കണ്ണശങ്ങളവ് തൃപ്പയാർ റോഡ് BMNBC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്താൻ 2.50 കോടി രൂപ, ഊരകം മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള റോഡ് BMNBC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്താൻ 1.50 കോടി രൂപ, താന്യം ഗ്രാമപഞ്ചായത്തിലെ കുട്ടംകുളം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 1.25 കോടി രൂപ, പെരിങ്ങോട്ടുകര ALP സ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 2 കോടി രൂപ, പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ആസ്ഥാന മന്ദിര കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ എന്നീ പ്രവർത്തികൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ 20% ടോക്കൺ പ്രൊവിഷനിലും, വലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 5 കോടി രൂപ, കീഴ്പുള്ളിക്കര നാന്ത GHS ഗ്രൗണ്ട് നവീകരണം 5 കോടി രൂപ, ജയന്തി ബണ്ട് ആലപ്പാട് ഫെറി റോഡ് BMNBC പ്രവർത്തി 3 കോടി രൂപ, നാട്ടിക ഫയർ സ്റ്റേഷൻ റെസ്റ്റ് റൂം നിർമ്മാണം 1.50 കോടി രൂപ, നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് 1 കോടി രൂപ, പാലപ്പെട്ടി ബീച്ച് റോഡ് BMNBC 1.80 കോടി രൂപ, നെല്ല് സംഭരണ കേന്ദ്രം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 5 കോടി രൂപ, GLPS പുത്തൻപീടിക 2ാം ഘട്ട കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പൊതുകളിയിടം ടർഫ് നിർമ്മാണത്തിന് 25 ലക്ഷം രൂപ, 9 ഗ്രാമപഞ്ചായത്തുകളിൽ അംഗൻവാടികളുടെ നിർമ്മാണത്തിനായി 1 കോടി രൂപ, ആനക്കല്ല് ചങ്ങല ഗേറ്റ് ബോട്ട് ജെട്ടി റോഡ് BMNBC പ്രവർത്തി നടത്തുന്നതിനായി 4 കോടി രൂപ എന്നിവയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ബാലികയെ ലൈംഗികാതിക്രമം നടത്തിയ 54 വയസ്സുകാരന് 14 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയും ശിക്ഷ. ബാലികയെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ ഏങ്ങണ്ടിയൂർ ചേറ്റുവ കുണ്ടലിയൂർ ദേശത്ത് പുതിയ വീട്ടിൽ 54 വയസ്സുള്ള റഷീദിനെ ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി 14 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴ അടയ്ക്കാനും വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 7 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. 1/9/2023 23/10/2023 ഇടയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സംഭവം അറിഞ്ഞ വീട്ടുകാർ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുകയായിരുന്നു. സിവിൽ പോലീസ് ഓഫീസർ സംഗീത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ കേസ് രജിസ്റ്റർ ചെയ്തു. സബ് ഇൻസ്പെക്ടർ സെസിൽ ക്രിസ്ത്യൻ രാജ് കേസിന്റെ ആദ്യ അന്വേഷണം നടത്തുകയും ചെയ്തു. വലപ്പാട് ഇടവകയുടെ വലിയ തിരുനാളും ഇടവകയുടെ 525 ജൂബിലി സമാപന ആഘോഷവും ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിലായി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. ജനുവരി 29 വൈകിട്ടുള്ള നവനാൾ ദിവ്യബലിക്ക് ശേഷം വലപ്പാട് പോലീസ് SHO K അനിൽകുമാർ തിരുനാൾ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. തിരുനാൾ ദിനങ്ങൾ ആയ ജനുവരി 30 വെള്ളിയാഴ്ച രാവിലെ 6:30 നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്ക് വെഞ്ചരിച്ച അമ്പുകൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്ക് കൈമാറും. വൈകിട്ട് 6:45 സമാപനം. തുടർന്ന് വേസ്പര രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ. രാത്രി 10:30 രാത്രി അമ്പുകളുടെ സമാപനം.
തിരുനാൾ ദിനമായ ജനുവരി 31 ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലി. 10:30 ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികനാകും. റഫറന്റ് ഫാദർ ബിൽജു വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് വൈകിട്ട് 4:30 ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം തുടങ്ങിയവ നടക്കും. ഇടവകയുടെ 525 വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഫെബ്രുവരി 1 വൈകിട്ട് 6 മണിക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. വലപ്പാട് ഇടവക വികാരി റഫറന്റ് ഫാദർ ജെൻസ് തട്ടിൽ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ 525 ജൂബിലി സ്മാരകമായി വലപ്പാട് ഇടവക പണിതു നൽകുന്ന ജൂബിലി സ്നേഹഭവനത്തിന്റെ താക്കോൽ അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് കൈമാറും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കും. 5ാം വാർഡ് മെമ്പർ ഷഹർബാൻ, കപ്പൂച്ചിൻ ആശ്രമം സുപ്പീരിയർ റഫറന്റ് ഫാദർ ചെറിയാൻ മാളിയേക്കൽ, കാർമൽ കോൺവെന്റ് മദർ സുപ്പീരിയർ റഫറന്റ് സിസ്റ്റർ കൊച്ചുത്രേസ്യ തുടങ്ങിയവർ പരിപാടികൾക്ക് ആശംസകൾ നേരും. പരിപാടികൾ സുഗമമായ നടത്തിപ്പിന് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നതായും കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ അതിവിപുലമായ ഒരുക്കങ്ങൾ നടത്തിവരുന്നതായും തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ വികാരി അച്ഛൻ റഫറന്റ് ഫാദർ ജെൻസ് തട്ടിൽ, നടത്ത് കൈക്കാരൻ ANP ജോൺ, ഇടവക PRO ജോസഫ് റാഫിൽ, തിരുനാൾ ജനറൽ കൺവീനർ ഷിജോ പുത്തൂർ, പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് പല്ലിശ്ശേരി, കമ്മിറ്റി കൺവീനർ സെബി ജോസ് തുടങ്ങിയവർ അറിയിച്ചു. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോ ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി കിഴക്കൻ വീട്ടിൽ 49 വയസ്സുള്ള സുധനാണ് മരിച്ചത്. സുഹൃത്തുമൊത്ത് പ്രഭാത സവാരിക്കിടെ നടുവിൽക്കര പാലത്തിന് സമീപമായിരുന്നു അപകടം. കണ്ടശങ്കടവ് ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രമുഖ നാടക പ്രവർത്തകനും സംവിധായകനും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രാജൻ കാഞ്ഞിരക്കോട് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചളിങ്ങാട് പള്ളിനള സ്വദേശിയാണ്. വ്യാഴാഴ്ച രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. നാടകരചയിതാവ് എന്ന നിലയിലും സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും ഏറെക്കാലമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. തീരദേശത്തെ ഒട്ടനവധി വേദികളിലും ജില്ലയ്ക്ക് പുറത്തുമായി ഒട്ടനവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷം SSC വിദ്യാർത്ഥികൾക്ക് പഠനമുറി ഉപഭോക്തൃ സംഗമവും ആദ്യ ഗഡു വിതരണവും നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനവും ആദ്യ ഗഡു വിതരണവും നടത്തി. ആശംസകൾ നേർന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാമില സലീം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് മെമ്പർ ഉർഷാദ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് മെമ്പർമാരായ KB സുധ, TP സോമൻ, അജ്മൽ ഷെരീഫ്, താര ബാബു, ഷൈന മുഹമ്മദ്, അസീന സാജു എന്നിവർ സംസാരിച്ചു. പഠനമുറി ഗുണഭോക്താക്കൾ ആദ്യ ഗഡു ഏറ്റുവാങ്ങി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ സ്വാഗതവും പട്ടികജാതി വികസന ഓഫീസർ കൈരളി K നന്ദിയും പറഞ്ഞു. നാട്ടിക ഇയാനി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും വാർഷിക മഹോത്സവവും കൊണ്ടാടി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം പ്രഭാത ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവയും ഉച്ചതിരിഞ്ഞ് 5 ആനകൾ അണിനിരുന്ന കാഴ്ച ശീവേലിയിൽ കൊമ്പൻ ഗുരുവായൂർ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചോറ്റാനിക്കര വിജയന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും തിരുവല്ല രാധാകൃഷ്ണന്മാരാരുടെ പ്രമാണത്തിൽ പാട്ടിമേളവും പൂരത്തിന് അകമ്പടിയേകി. വൈകിട്ട് ദീപാരാധന, വർണ്ണമഴ, അത്താഴപൂജ, ഗ്രാമബലി, പള്ളിവേട്ട, പാട്ടിമേളം എന്നിവയും ഉണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ നിതീഷ്, ജോയിന്റ് സെക്രട്ടറി EN പ്രദീപ് കുമാർ എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദേവർഷന് അനുമോദനവുമായി താന്യം മണ്ഡലം കോൺഗ്രസ് 6ാം വാർഡ് കമ്മിറ്റി. താന്യം മണ്ഡലം കോൺഗ്രസ് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 46ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം തൃശൂരിൽ നടന്നതിൽ ഗാനമേളയിൽ A ഗ്രേഡ്, മൃദംഗം A ഗ്രേഡ്, ചെണ്ട B ഗ്രേഡ് കരസ്ഥമാക്കിയ പെരിങ്ങോട്ടുകാരുടെ അഭിമാനമായ ദേവർഷ് KM വസതിയിലെത്തി അനുമോദിച്ചു. തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും കൈപ്പുള്ളി മനേഷ് വിജിത എന്നിവരുടെ മകനുമാണ്. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ മുഖ്യാതിഥിയായിരുന്നു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, കോൺഗ്രസ് നേതാക്കളായ വിനേഷ് വടക്കേടത്ത്, സലീഷ് കരിപ്പാറ, ഷിബിത സലീഷ്, ശിവജി കൈപ്പുള്ളി,
തിലകൻ വി കെ എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിഞ്ഞണം യൂണിറ്റ് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി. പെരിഞ്ഞനം NSS ഹാളിൽ നടന്ന ചടങ്ങിൽ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജു ഉദ്ഘാടനം ചെയ്തു. KSSPU യൂണിറ്റ് പ്രസിഡന്റ് പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ രാമകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PK മുഹമ്മദ് സഗീർ വാർഷിക കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KE സുബ്രഹ്മണ്യൻ, ട്രഷറർ VK അശോകൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം PA കമറുദ്ദീൻ, C ഗോപാലകൃഷ്ണൻ, TM ജ്യോതി പ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സംസ്ഥാനത്തെ ബജറ്റ്, സംസ്ഥാന ഗവൺമെന്റ് ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബജറ്റ് സമ്മേളനത്തിൽ ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെയാണ് പെൻഷൻകാരായിട്ടുള്ള എല്ലാവരും അതിനെ നോക്കിക്കാണുക. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മ പരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പു കൊച്ചിപ്പറമ്പത്ത് കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി സുജി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രി 7-ന് നാടകം റെഡ് അലേർട്ട്, ജനുവരി 30-ന് വൈകിട്ട് 5-ന് ദേവിക്ക് ദേശപ്പൊങ്കാല, രാത്രി 7-ന് വീരനാട്യം, ജനുവരി 31-ന് രാത്രി 7-ന് ഭൈരവാനന്ദം ഭജൻസ്, ഫെബ്രുവരി 1-ന് രാവിലെ 11:30-ന് പാൽക്കുടം എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6-ന് വീരനാട്യം, ഫെബ്രുവരി 2-ന് രാവിലെ 11:30 മുതൽ അഭിഷേക കാവടി വരവ്, രാത്രി 11:30 മുതൽ ഭസ്മക്കാവടി വരവ്, ഫെബ്രുവരി 3-ന് രാവിലെ 10-ന് കാഴ്ചശീവേലി, വൈകിട്ട് 5-ന് 5 കച്ചിവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം, രാത്രി 9-ന് പള്ളിവേട്ട, രാത്രി 10:30-ന് രാത്രിപൂരം, ഫെബ്രുവരി 4-ന് രാവിലെ 8-ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം നടത്തി. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK സഖറിയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ PT രാമചന്ദ്രൻ, PC മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപ്രവർത്തന രംഗത്തും അതേപോലെ മറ്റു മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളാരും പോവാതെ തന്നെ ഈ യോഗത്തിൽ കൃത്യമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റുകളിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതിൽ അവതരിപ്പിച്ച് അത് ഇവിടെ അതിന്റെ രൂപം അവതരിപ്പിച്ച് നമുക്ക് ഗ്രാമസഭകളിലേക്ക് പിന്നീട് നമുക്ക് തുടർന്ന് നമ്മുടെ പദ്ധതികളായി നമുക്ക് മുന്നോട്ട് പോകാം. ഊർജം, 4-മത്തത് കുടിവെള്ളം, ശുചിത്വം, 5 കൃഷി, 6 ആരോഗ്യം, 7 വിദ്യാഭ്യാസയും യുവജനകാര്യം, 8 മത്സ്യബന്ധനം, 9 പട്ടികജാതി വികസനം, 10 വനിതാ വികസനം, 11 സാമൂഹ്യ നീതി, 12 ദാരിദ്ര്യ ലഘൂകരണം, 13 പ്രാദേശിക സാമ്പത്തിക വികസനം,
14 മൃഗസംരക്ഷണവും ക്ഷീരവികസനവും. അത്രയും വർക്കിംഗ് ഗ്രൂപ്പാണ് നമ്മൾക്ക് ഉള്ളത്. അതിലേക്ക് നമ്മൾ 14 മിനിറ്റ്സ് ബുക്കുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വർക്കിംഗ് ഗ്രൂപ്പ് തിരിഞ്ഞ് 14 പേരായിട്ട് ഓരോ വർക്കിംഗ് ഗ്രൂപ്പിൽ മിക്ക വർക്കിംഗ് ഗ്രൂപ്പിലും 14 ചിലപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരായിരിക്കും. നമ്മൾ 14 എണ്ണം ചേർന്നിരുന്നും കൊണ്ട് ഓരോ വിഷയത്തിലേക്ക് നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിലെ വികസനം എന്താണ്, ഏതാണ്, എന്തൊക്കെ വേണം നമുക്ക് നമ്മുടെ ശരിക്കും മാനദണ്ഡം അനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മൾ നിർദ്ദേശങ്ങൾ ഇതിലേക്ക് വെക്കാൻ സാധിക്കും. അതിൽ എന്തായാലും നിർവഹണ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ 14 വർക്കിംഗ് ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. തെലുങ്കാനയിൽ നടന്ന സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം. സയൻസ് ഫെയറിലെ ഗ്രൂപ്പ് ഇന മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ സനീൻ ജാസിം, കാർത്തിക് പി പണിക്കർ എന്നിവരാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി വിദ്യാലയത്തിനും നാടിനും അഭിമാനമായി മാറിയത്. തെലങ്കാനയിലെ ഗേഡിയൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് ജനുവരി 19 മുതൽ 23 വരെയാണ് സദേൺ ഇന്ത്യ സയൻസ് ഫെയർ നടന്നത്. സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഇവർ ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടത്. മൂടൽമഞ്ഞിനെ വെള്ളമാക്കി മാറ്റുന്ന ഫോഗ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് ഇവർ വർക്കിംഗ് മോഡലിലൂടെ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മരുഭൂപ്രദേശങ്ങളുണ്ടാവുമല്ലോ, അവിടെ നമുക്കുള്ള വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിനൊരു സോഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഉള്ള പോലെ പുഴ, കിണർ, സാധനങ്ങളൊന്നും ഇല്ല. അവിടെ ഉള്ളൊരു സംഭവമാണ് സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യ ഉദിക്കുന്നതിന് മുമ്പും വരെ നിൽക്കുന്ന മൂടൽമഞ്ഞ്, മോർണിംഗ് ഫോഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അതിന് എഫക്റ്റീവ്ലി ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ അതിനൊരു ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത്. നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ അയണൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെള്ളത്തിന് ചാർജ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗ്യാസിനൊക്കെ അയണൈസ് ചെയ്തിട്ട് വെള്ളത്തിനെ കൊണ്ടുവരും. നമ്മൊരു മെഷീനെ പോസിറ്റീവ്ലി ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ അയണൈസ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ശേഖരിക്കാനും അന്തരീക്ഷത്തിലുള്ള മൂടൽമഞ്ഞിനെ ശേഖരിക്കാനും നമുക്ക് പിന്നെ കണ്ടൻസേഷൻ, നമ്മൾ ഈ മെഷീനെ തണുപ്പ് വഴി ബാക്കിയുള്ള മൂടൽമഞ്ഞല്ലാത്ത അന്തരീക്ഷത്തിലുണ്ടല്ലോ ഹ്യൂമിഡിറ്റി നമുക്ക് കണ്ടൻസ് ചെയ്യാനും ചുറ്റോട്ടത്തുള്ള ഈ മൂടൽമഞ്ഞിനെ നമുക്ക് ഇങ്ങോട്ട് ഒരു ബിന്ദുവിലേക്ക് നമുക്ക് ശേഖരിക്കാനും നമുക്കതിനെ കുടിക്കാനും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ജലസേചനത്തിന് ഇപ്പോൾ എന്താവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ വെള്ളമാക്കി നമുക്ക് മാറ്റാം. നമുക്കതിനെ ശേഖരിച്ച് ഇതാണെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഓരോ വെള്ളത്തിൻ്റെ ഓരോ തന്മാത്ര എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായി ശുദ്ധമായ ജലം നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് പിന്നീട് അതിന് ശേഷം ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെസേർട്ട് ഏരിയസ്, മരുഭൂമി പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി എനർജി യൂസ് ചെയ്യാൻ നമുക്ക് ഗ്രീൻ എനർജി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെൽ പവറാണ്. അപ്പോൾ നമുക്ക് മരുഭൂമിയിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് വിൻഡ് എനർജി, സോളാർ എനർജിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടർബൈൻസും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻസും സൺ ട്രാക്കിംഗ് സോളാർ സിസ്റ്റമാണ്. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സൗത്ത് ഇന്ത്യൻ മത്സരത്തിലേക്ക് കുട്ടികൾ പങ്കെടുക്കുന്നത്. സ്കൂളിലെ ഫിസിക്സ് അധ്യാപിക ജിജിയുടെ മേൽനോട്ടത്തിലാണ് ഇരുവരും പ്രൊജക്ട് തയ്യാറാക്കിയത്. ഇതേ വേദിയിൽ നടന്ന സദേൺ ഇന്ത്യ ക്വിസ് മത്സരത്തിലും ഇവർക്കായിരുന്നു ഒന്നാം സ്ഥാനം. കയ്പമംഗലം കൂരിക്കോഴി ചെറുവട്ടത്ത് അബ്ദുൾ ഷുക്കൂർ റൈഹാന ദമ്പതികളുടെ മകനാണ് സനീൻ ജാസിം. ചന്ദ്രാപിനി കണ്ണനാംകുളം കളരിക്കൽ പ്രവീൺ രനിത ദമ്പതികളുടെ മകനാണ് കാർത്തിക് പി പണിക്കർ. ഇരുവരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അന്തിക്കാട് ഉത്സവത്തിനിടെ സംഘടനം ഒരാൾക്ക് കുത്തേറ്റു. പുത്തൻപള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി വേലാഘോഷത്തിനിടെ രാത്രിയിൽ നടന്ന സംഘടനത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. മാങ്ങാട്ടുകര സ്വദേശി പൊന്നമ്പലത്ത് വീട്ടിൽ 24 വയസ്സുള്ള ആദിത്യനാണ് കുത്തേറ്റത്. ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. പ്രതിക്കായി അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് മണത്തല വോൾഗയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ മുത്തമാവ് സ്വദേശി ബിനീഷാണ് മരിച്ചത്. പരിക്കേറ്റ യുവാവിനെ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എരുമപ്പെട്ടിയിൽ യുവാക്കൾ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറും വൈദ്യുതി തൂണും ഇടിച്ചു തകർത്തു. വെള്ളറക്കാട് ഭാഗത്തു നിന്ന് വന്നിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ എരുമപ്പെട്ടി ആശുപത്രിക്ക് സമീപമുള്ള
പെട്രോൾ പമ്പിന് മുമ്പിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. ഇടിയിൽ 2 കാറുകളുടെയും മുൻവശം തകരുകയും ഇലക്ട്രിക് പോസ്റ്റിന്റെ കടഭാഗം മുറിഞ്ഞു വീഴുകയും ചെയ്തു. അപകടത്തിനു ശേഷം മറ്റു വഴികളിലൂടെ യുവാക്കൾ സഞ്ചരിച്ച കാറിനെ പിന്തുടർന്ന് എരുമപ്പെട്ടി പോലീസ് മാങ്ങാട് കോട്ടപ്പുറം റോഡിൽ വെച്ച് കാർ തടഞ്ഞു. പോലീസ് വാഹനത്തിലും ഇടിച്ച കാർ നിർത്തി യുവാക്കൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ഇവരെ പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. നെയ്തലക്കാവ് പൂരത്തിനിടയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. കൊറ്റൂർ സ്വദേശി രഞ്ജിത്ത് എന്ന അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയത്. 2010 ഡിസംബർ 26-നായിരുന്നു സംഭവം. കാവുങ്ങൽ വീട്ടിൽ അക്രു എന്ന വിപിൻ, പെരിങ്ങാട്ട് വീട്ടിൽ മുജു എന്ന സുമേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. KSU യൂണിറ്റ് പ്രസിഡന്റിനെ PTA പ്രസിഡന്റിന്റെ മകന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുക, PTA പ്രസിഡന്റ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KSU പ്രവർത്തകർ പഠിപ്പ് മുടക്കി പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. മണത്തല ചന്ദനകുളം നേർച്ചയുടെ ചടങ്ങുകൾ തുടങ്ങി. നേർച്ചയുടെ പ്രധാന ചടങ്ങായ താബൂത്ത് കാഴ്ചയും കൊടിയേറ്റ് കാഴ്ചയും ഇന്ന് നടക്കും. ഒലീദ് നഗറിൽ നിന്നാണ് താബൂത്ത് കാഴ്ച ആരംഭിക്കുന്നത്. ഹൈദ്രോസ് കുട്ടി മൂപ്പരെ രാജകീയ ബഹുമതികളോടെ കപ്പറടക്കിയതിന്റെ ഓർമ്മയുണർത്തുന്ന താബൂത്ത് കാഴ്ച നാടിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് ജാറത്തിലെത്തും. ആന, വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയേകും. വൈകിട്ട് 6-ന് നാട്ടുകാഴ്ചകളും എത്തും. നേർച്ചയുടെ ഭാഗമായി ഇന്ന് ചാവക്കാട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിന് സമീപം പുഴയിലേക്ക് ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ചാലക്കുടി പോട്ട മോസ്കോ നഗർ മാളിയേക്കൽ വീട്ടിൽ 38 വയസ്സുള്ള സിൻഡോ ആണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഇയാൾ സുഹൃത്തുക്കളുമടക്കം വട്ടുകടവ് പാലത്തിന്റെ സമീപത്ത് എത്തുകയും നേരം പോക്കിന് സംസാരിച്ചിരിക്കുകയും പിന്നീട് പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയതുമാണ്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇയാളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തളികുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക ആഘോഷവും രക്ഷാകർതൃ ദിനവും എൻഡോവ്മെന്റ് വിതരണവും അധ്യാപകർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ KP സുസ്മിത, I പ്രസീത, KJ പ്രേംകുമാർ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലാഗിരി തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ VV ബാബു, BPC TP ചിത്രകുമാർ, MPTA പ്രസിഡന്റ് MM സ്മൃതി, SMC ചെയർമാൻ രതീഷ്, വികസന സമിതി വർക്കിംഗ് ചെയർമാൻ സജീവൻ, സ്കൂൾ ചെയർപേഴ്സൺ ഖദീജ, പ്രിൻസിപ്പൽമാരായ ആശ, ഷിജി, പ്രധാനാധ്യാപിക അഫ്സദ്, TR രമാദേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. കുട്ടികളോട് ചേർന്ന് കുട്ടികളോടൊപ്പം ഇടപഴകുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണത്. പക്ഷേ അവരുടെ ആ കാലഘട്ടം കഴിഞ്ഞാൽ വീട്ടിൽ കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ ഓരോ തിരക്കുകളിലേക്ക് കിടക്കുമ്പോൾ ഇവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഇത് കഴിഞ്ഞാലും മറ്റേതെങ്കിലും രംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഉയർന്നു വരണം. കാണാറുണ്ടല്ലോ, അധ്യാപകർ ഇത് കഴിഞ്ഞാൽ നേരെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പൊതുജനങ്ങളിലേക്ക് എത്താനുള്ള മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങളിലേക്കും, അല്ലാത്തവർ ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തനമോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട 3 അധ്യാപകരോട് ഞാനിവിടെ പ്രത്യേകം പറയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ബഡ്ജറ്റ് 2026 നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപ വകയിരുത്തി. ബാലികയെ ലൈംഗികാതിക്രമം നടത്തിയ 54 വയസ്സുകാരന് 14 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയും ശിക്ഷ.
വലപ്പാട് ഇടവകയുടെ വലിയ തിരുനാളും ഇടവകയുടെ 525 ജൂബിലി സമാപന ആഘോഷവും ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിലായി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോ ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.